നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സണ്ണി ജോസഫ് മത്സരിച്ചാൽ ഷാഫി പറമ്പിൽ KPCCയുടെ താൽക്കാലിക പ്രസിഡന്റാകും. സാമുദായിക സമവാക്യങ്ങൾ പരിഗണിച്ചാണ് തീരുമാനം. ഷാഫി അധ്യക്ഷ സ്ഥാനത്തെത്തിയാൽ പാർട്ടിക്ക് നേട്ടമാകുമെന്നും വിലയിരുത്തലുണ്ട്. പ്രസാദ് ഉടുമ്പശ്ശേരിയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. പ്രസാദ്, നേരത്തെ സൂചിപ്പിച്ച പോലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ വരുമ്പോൾ ഒരു യുവാവിനെ അല്ലെങ്കിൽ ഒരു യുവ പ്രാതിനിധ്യത്തെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഇത് ഗുണകരമാകുമെന്നാണോ വിലയിരുത്തൽ? സണ്ണി ജോസഫ് മത്സരിക്കുന്നത് സംബന്ധിച്ച് എത്രമാത്രം സാധ്യതയുണ്ട്? ഗൗതം, സണ്ണി ജോസഫ് പേരാവൂരിൽ 4ാം തവണയും ജനവിധി തേടുമെന്നുള്ളത് സണ്ണി ജോസഫ് തന്നെ പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ്. ഇനി അതിനകത്ത് പാർട്ടിയുടെ അംഗീകാരമെന്ന സ്വാഭാവിക നടപടിക്രമം മാത്രമേ ഉള്ളൂ. അങ്ങനെ മത്സരരംഗത്തിറങ്ങുമ്പോൾ KPCC പ്രസിഡന്റ് ചുമതല താൽക്കാലികമായി മറ്റൊരാൾക്ക് നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഈ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ KPCC വർക്കിംഗ് പ്രസിഡന്റുമാരിൽ ഒരാളായ ഷാഫി പറമ്പലിനെ KPCC പ്രസിഡന്റ് താൽക്കാലിക ചുമതല നൽകാൻ പാർട്ടിയിൽ ധാരണ ആയിട്ടുള്ളത്. 3 വർക്കിംഗ് പ്രസിഡന്റുമാരാണുള്ളത്. ഷാഫി പറമ്പലിന് പുറമെ PC വിശ്വനാഥ്, KP അനിൽകുമാർ എന്നിവരാണ് മറ്റ് 2 പേർ. അതിൽ അനിൽകുമാറും വിശ്വനാഥും വീണ്ടും മത്സരരംഗത്തേക്ക് വരും. MP എന്ന നിലയിൽ ഷാഫി പറമ്പിൽ ഇനി മത്സരിക്കാനുള്ള സാധ്യത കുറവാണ്. MP മാർ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ല എന്നൊരു പൊതുധാരണയിലേക്ക് ദേശീയ നേതൃത്വം എത്തിയിട്ടുണ്ട്. കാരണം അതല്ല എങ്കിൽ കൂടുതൽ MP മാർ മത്സര സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വരും എന്നുള്ളതാണ്. UDF കൺവീനർ ഉൾപ്പെടെ അത്തരത്തിൽ മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ളത് പരസ്യമായി പറയുകയും ചെയ്തിരുന്നു. അതിന് പുറമെ K സുധാകരൻ അങ്ങനെയുള്ള നേതാക്കളെല്ലാം തന്നെ ഇത്തരത്തിൽ നിയമസഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച ആളുകളാണ്. അങ്ങനെ അതുകൊണ്ടുകൂടിയാണ് MP മാരാരും തന്നെ ഇത്തവണ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ല എന്നൊരു പൊതുധാരണയിലേക്ക് ദേശീയ നേതൃത്വം വരുന്നത്. അപ്പോൾ ഷാഫി പറമ്പിലിനെ താൽക്കാലിക പ്രസിഡന്റാക്കി കഴിഞ്ഞാൽ അതൊരു വലിയ നേട്ടമായി, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അതൊരു വലിയ നേട്ടമായി മാറും എന്നുള്ളത് തന്നെയാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ വടകര MP ആണ്. വടകരയിൽ നിൽക്കുന്ന മേഖലയിലെല്ലാം തന്നെ UDF-ന് അവിടെ 50 വർഷമൊക്കെയായി നിൽക്കുന്ന LDF-ന്റെ പഞ്ചായത്തുകൾ പോലും തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞത് ഷാഫി പറമ്പിലിന് കൂടി ആ മേഖലയിലുള്ള ഒരു സ്വാധീനം കണക്കിലെടുത്താണ്. അങ്ങനെയെങ്കിൽ എപ്പോഴും ദുർബലമായി നിൽക്കുന്ന കോൺഗ്രസിന് പലപ്പോഴും കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ 25 വർഷമായി ഒരു MLA ഇല്ല. മറ്റ് ജില്ലകളിലാണെങ്കിലും കോൺഗ്രസ് പൊതുവെ ദുർബലമാണ്. അങ്ങനെ പാർലമെന്ററി രംഗത്ത് കൂടുതൽ ആളുകൾ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ മലബാർ മേഖലയിൽ കൂടുതൽ ശക്തിപ്പെടാൻ അത് കാരണമാകും. കൂടുതൽ MLA-മാരെ വരാനുള്ള ഒരു കാരണമാകാൻ കൂടി സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു മാറ്റം നല്ലതാണ് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2011-ൽ അന്നത്തെ KPCC പ്രസിഡന്റായിട്ടുള്ള രമേശ് ചെന്നിത്തല നിയമസഭയിലേക്ക് മത്സരിക്കുന്ന സമയത്ത് തലേക്കുന്നിൽ ബഷീറിന് താൽക്കാലിക ചുമതല നൽകിയിരുന്നു. എന്തായാലും ഷാഫി പറമ്പിലിനെ KPCC പ്രസിഡന്റ് ചുമതല നൽകുന്നത് എല്ലാ അർത്ഥത്തിലും ഗുണം ചെയ്യും എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. പ്രസാദ്, മറ്റൊരു കാര്യം, അതായത് ഈ അധ്യക്ഷ പദവിയിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന മറ്റു പലരും കോൺഗ്രസിലുണ്ട് എന്ന തരത്തിൽ നമുക്ക് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അത്തരം ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. ഈ ഷാഫി വരികയാണെങ്കിൽ അതിനെ പൊതുസ്വീകാര്യമായ ഒരു നിലപാടായി തന്നെയായിരിക്കുമോ പാർട്ടി കണക്കാക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള എതിർപ്പുകൾ ഉയരാനുള്ള സാധ്യതയുണ്ടോ? ഗൗതം, അതുകൊണ്ടുകൂടിയാണ് ഇതിനകത്ത് സാമുദായ സമവാക്യം കൂടി പരിഗണിക്കുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ UDF കൺവീനർ ആണെങ്കിലും UDF ചെയർമാൻ ആണെങ്കിലും അതോടൊപ്പം തന്നെ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകൾ മത്സരിക്കുന്നു. അപ്പോൾ സമുദായ സമവാക്യം നോക്കുകയാണെങ്കിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരാൾ KPCC പ്രസിഡന്റ് ആകുന്നത് കൂടി നല്ലതാണ് എന്ന ഒരു വിലയിരുത്തൽ കൂടി ഉണ്ട്. നമുക്കറിയാം കോൺഗ്രസിന്റെ ഇത്തരം കാര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷമാണ് അവർ പല ഘടകങ്ങളിലും അവർ നേതാക്കന്മാരെ നിയോഗിക്കാറുള്ളത്. അപ്പോൾ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഷാഫി പറമ്പിലിന് അത്തരം ഒരു ചുമതല നൽകുക എന്നുള്ളത്. അപ്പോൾ ഷാഫിക്ക് മുമ്പ് മുസ്ലിം സമുദായത്തിൽ നിന്ന് MM ഹസൻ, അദ്ദേഹം അന്ന് VM സുധീരൻ KPCC പ്രസിഡന്റ് പദവി ഒഴിഞ്ഞതിന് ശേഷം കുറച്ചു കാലം MM ഹസൻ ആയിരുന്നു. അതിനു മുമ്പ് നേരത്തെ പറഞ്ഞതുപോലെ തലേക്കുന്നിൽ ബഷീർ, അദ്ദേഹം KPCC പ്രസിഡന്റ് താൽക്കാലിക ചുമതല വഹിച്ചിട്ടുണ്ട്. TO ബാബ ഉണ്ടാകുന്ന നിരവധി ആളുകൾ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഇതുവരെ അത് 6 പേരാണ് മുസ്ലിം സമുദായത്തിൽ നിന്ന് KPCC പ്രസിഡന്റ് ചുമതല വഹിച്ച ആളുകൾ. ഷാഫി പറമ്പിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ യുവാവാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയും. കൂടുതൽ പാർട്ടിക്ക് പുറത്തുള്ള ആളുകളിൽ കൂടി സ്വാധീനം ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ സംസ്ഥാനം കേന്ദ്രീകരിച്ചുകൊണ്ട് മൊത്തത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനും കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെ അതിന്റെ ക്യാമ്പയിന് നേതൃത്വം കൊടുക്കാനും ഷാഫിക്ക് കഴിയും എന്നുള്ളത് കൂടി ഇവർ കണക്കുകൂട്ടുന്നുണ്ട്. ആ ഒരു കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഷാഫിക്ക് ചുമതല നൽകുക എന്നുള്ളത്. ഗൗതം പറഞ്ഞതുപോലെ അധ്യക്ഷ സ്ഥാനം KPCC പ്രസിഡന്റ് സ്ഥാനം ആഗ്രഹിച്ചു നിൽക്കുന്ന നിരവധി ആളുകൾ കോൺഗ്രസിനകത്തുണ്ടെങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ പരിശോധിച്ചാൽ പോലും ഷാഫി പറമ്പിൽ തന്നെയാണ് മുൻഗണന. ഷാഫി പറമ്പിലിനെ KPCC പ്രസിഡന്റ് താൽക്കാലിക ചുമതല നൽകുന്നത് ആ അർത്ഥത്തിൽ ഗുണം ചെയ്യും എന്ന് തന്നെയാണ് വിലയിരുത്തൽ. എന്തായാലും നിർണായകമായ നീക്കങ്ങളാണ് നടക്കുന്നത് കോൺഗ്രസിനുള്ളിൽ. അതിന്റെ വിശദാംശങ്ങളാണ് പ്രസാദ് ഉടുമ്പശ്ശേരി പങ്കുവച്ചത്. ഷാഫി വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.